കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണുന്ന അനന്തപുരി തറവിലേക്ക് കനക എത്തുന്നുണ്ട്. പിന്നീട് അവിടെ ഒരു സംഹാര താണ്ഡവം തന്നെയാണ് നടത്തുന്നത്. അപ്പൊ നവ്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് തന്റെ കുഞ്ഞല്ലെന്ന് നവ്യ പറഞ്ഞ് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കനയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഏതൊരമ്മയ്ക്കാ സഹിക്കാൻ പറ്റുന്നേ? തന്റെ മകളെ ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല. പിന്നീട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് അനന്തപുരി വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ കനക ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവസാനം നയന ആദർശിനെ കുറിച്ചുള്ള വലിയ സത്യങ്ങളൊക്കെ കനയോട് പറയുവാണ്. അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെയാണെങ്കിലും അനന്തപുരിയിലേക്കും കനക വരുവാണ്. നവ്യ പ്രഗ്നന്റ് ആണെന്നറിഞ്ഞപ്പോ ആ ഒരു സന്തോഷത്തോടു കൂടിയേ വന്നേ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഉണ്ടായ സംഭവവാസങ്ങളെല്ലാം അറിയുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല കനയ്ക്ക്. കനക നേരെ മൂർത്തി മുത്തശ്ശന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ അന്ന് എന്റെ മക്കളെ കൊണ്ടുപോയില്ലായിരുന്നോ? മൂർത്തി സാറ് നോക്കൂന്ന് പറഞ്ഞോണ്ടല്ലേ, പൊന്നുപോലെ നോക്കിക്കളെന്ന് പറഞ്ഞ് ഉറപ്പ് തന്നോണ്ടല്ലേ ഇവിടെ വിട്ടിട്ട് പോയത്. നിനക്ക് നോക്കാൻ പറ്റില്ലായിരുന്നു, ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ എന്നും പറഞ്ഞോണ്ട് എന്റെ മകളെ എല്ലാവരുടെ മുന്നേ ഇങ്ങനെ നാണം കെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു പറയാം. കനക ഞങ്ങൾ ആരും ഇതിനകത്ത് തെറ്റുകാരല്ല. കാരണം അവളുടെ ഭർത്താവ് തന്നെയാണ്, നവിയുടെ ഭർത്താവ് അഭി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അവനാണ് നീ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കുന്നത്. ഇതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. എന്നാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു മൂർത്തി സാറെന്ന് പറയാം. അതിന് കനക ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടേണ്ടോ ഒരാവശ്യമില്ല. ഞങ്ങൾ ആരും അത് വിശ്വസിച്ചിട്ടൊന്നുമില്ല. അല്ലെങ്കിലും കനകയുടെ മോളെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നിപ്പം ഇവളിപ്പോ അനന്തപുരിയിലെ മരുമോളാ. അപ്പൊ ഞങ്ങളുടെയും കൂടെ മോളല്ലേ. അപ്പൊ ഇവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടെങ്കിൽ അത് നോക്കേണ്ട ആള് ഞങ്ങളല്ലേ. ധൈര്യമായിട്ടിരിക്കുക, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇനിയിപ്പം എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഞങ്ങൾക്കറിയാവുന്ന കാര്യമല്ലായിരുന്നോ അതിനകത്ത് സത്യാവസ്ഥയൊന്നും ഇല്ല എന്നുള്ള കാര്യം. ഇതെല്ലാം കേട്ടപ്പം ജലജയ്ക്കും അഭിക്കും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം മുത്തശ്ശി എല്ലാവരും സപ്പോർട്ട് ചെയ്താ നിൽക്കുന്ന നവ്യയ്ക്ക്. ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ ഫോട്ടോസൊക്കെ കാണിച്ചു കഴിയുമ്പോൾ എല്ലാവരും വിശ്വസിക്കും. അപ്പൊ അവൾ ഇവിടെ നിന്ന് ഇറക്കി വിടാന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അബി ഇരുന്നത്. അങ്ങനെ അബിയുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞു പോയെന്ന് പറഞ്ഞപ്പം അബിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയെ നിൽക്കുമായിരുന്നു. ഈ സമയത്ത് കനക പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. ഇവളെ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടതാണെന്നറിയോ. ഇവളെ എന്നല്ല, ബാക്കി രണ്ടുപേരും വളർത്തി ഈ ഇതും കൊണ്ട് ആക്കിയത്. എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു വലിയ വീട്ടിലേക്ക് കെട്ടിച്ചു വിടണം. കൂട്ടത്തിൽ നവ്യായിരുന്നു ഏറ്റവും കൂടുതൽ ആർഭാടമൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവളുടെ ആർഭാടത്തിന് ഞാൻ പണമില്ലെങ്കിൽ ഒന്നിനും ഒരു കുറവ് വരുത്താതെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നത്. അങ്ങനെ അവളെ ഏറ്റവും വലിയ വീട്ടിലേക്ക് അവളെന്നല്ല 3 മക്കളെയും വരണമെന്ന് ആഗ്രഹം. അപ്പൊ അതിന്റെ അത്യാഗ്രഹമായി പോയി. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. പക്ഷെ അതിന്റെ പേരിൽ അന്ന് മുതൽ ഞാൻ കണ്ണീര് കുടിച്ചോണ്ടിരിക്കുക. എന്റെ 2 മക്കളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ ഓരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നും വന്നുകൊണ്ടിരിക്കുക. ഞാൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയാവോ. ഇവിടെ അവള് വന്നപ്പം മുതൽ അവൾക്ക് ഓരോ കുറ്റങ്ങളായിരുന്നു. 2 പേർക്കും അതുപോലെ തന്നെയായിരുന്നു. അവളുടെ അമ്മായിമ്മയായിട്ടും ഭർത്താവായിട്ടും അവളെ ഇങ്ങനെ ദ്രോഹിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് ജലജ ഇങ്ങ് വന്നിട്ട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? ഓ, നിങ്ങളുടെ മകളുടെ കയ്യിലിപ്പത്രം നല്ലതാണല്ലോ. നിങ്ങളുടെ മകളിലെ ഇതിനു മുമ്പ് വയറ്റത്തൊരു പാടും വെച്ച് കെട്ടിയിട്ട് ഗർഭിണിയാന്ന് പറഞ്ഞുകൊണ്ട് നടന്നേ. അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് ഞങ്ങൾ ഇവിടെ നിർത്തിയില്ലേ. കനയ്ക്ക് സഹിച്ചില്ല. കന പറഞ്ഞ് വലിയ കാര്യമായിപ്പോയി, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാം. പിന്നെ പറയാതെ നിങ്ങളുടെ മകളുടെ സ്വഭാവത്തെക്കുറിച്ച് എന്നോടൊന്നും പറയാതിരിക്കുന്ന ഭേദം. ഇപ്പൊ പിന്നെ അവളുടെ വയറ്റൊരു കുഞ്ഞു വളരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്റെ മകൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത്? കാരണം അവളെക്കുറിച്ചുള്ള ഇങ്ങനെ കുറെ ഫോട്ടോസ് കണ്ടു കഴിയുമ്പോഴത്തേനും ഏത് ഭർത്താക്കന്മാരായാലും തെറ്റിദ്ധരിക്കും. അത്ര എന്റെ മകനും ചെയ്തുള്ളൂ എന്ന് പറയാം. പെട്ടെന്ന് നവ്യക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. നവ്യ പറഞ്ഞു, ഇനി ഒരു അക്ഷരം അമ്മ മിണ്ടിപ്പോയേക്കളെന്ന് പറയാം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കറിയാവുന്ന കാര്യമാ അബിയുടെ സ്വഭാവത്തെക്കുറിച്ച്. അത് മാത്രമല്ല ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ഈ ഫോട്ടോസൊക്കെ കള്ളത്തരമാണെന്നറിയാം. പക്ഷെ നിങ്ങൾ എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുന്നത്. അല്ലേലും കല്യാണം കഴിഞ്ഞ് വന്ന് ഇത്രയും കാലമായിട്ടും നിങ്ങൾ എന്നെ മരുമോളായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? എന്നോട് സ്നേഹം കാണിച്ചിട്ടുണ്ടോ? സ്നേഹം കാണിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം പലവട്ടം നിങ്ങൾ എന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വന്നില്ലേന്ന് ചോദിക്കുകയാണ്. മുഖത്തെ രക്തമയം പോയതുപോലെ ജലജ ഇങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കുക. ആ കൂടെ അബി എന്തേലും പറയാൻ പറ്റുമോ? അതെല്ലാം ഞാൻ സഹിച്ച് ക്ഷമിച്ച് അന്ന് നിന്ന് എന്തുകൊണ്ടാണെന്നറിയാവോ? എനിക്കറിയാമായിരുന്നു എന്റെ വയറ്റിലൊരു കുഞ്ഞില്ലാന്ന്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ഇനി ഇതിന്റെ പേരിലെങ്ങാനും എന്റെ വയറ്റ് വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ, ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയാ. പെട്ടെന്ന് കനക പറഞ്ഞു, എനിക്കറിയാം മോളെ, അങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇപ്പൊ മൂർത്തി സാറ് പറഞ്ഞ പോലെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ആ മോൾക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ മൂർത്തി സാറ് പറഞ്ഞു എന്നോട് കുറച്ചു ദിവസം ഇവിടെ നിന്നോളാൻ പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയാ.
ജലജയുടെ ഒക്കെ മുഖം അങ്ങോട്ട് മാറി. പെട്ടെന്ന് ദേവേനി വന്നിട്ട് പറഞ്ഞു, നിൽക്കണം തന്നെ ഒരു കുഴപ്പമൊന്നുമില്ല, കാരണം നിനക്ക് നിങ്ങളുടെ മകളോട് സ്നേഹമുണ്ട്, അപ്പൊ ഞാൻ നിൽക്കേണ്ടെന്ന് പറയില്ല. പക്ഷെ ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല, നിങ്ങൾ ഈ വീട്ടിൽ നിന്നും പറഞ്ഞിട്ട് നാളെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് പറയാം. അല്ല ഞാനെന്ത് പ്രശ്നം ഉണ്ടാക്കാനാ, ഞാൻ പറഞ്ഞോളെന്ന് പറഞ്ഞ് ദേവേനി അങ്ങോട്ട് കയറി പോവാണ്. വല്ലാത്ത സങ്കടം വന്ന് കനകയ്ക്ക്. പക്ഷെ കനകയൊന്നും മൈൻഡ് ആക്കില്ല. പിന്നീട് കനക നവ്യനും കൂട്ടി മുറിയിലേക്ക് വരുക. കനകയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പ്രഗ്നന്റാ, ഈ തവണ ഉറപ്പായിട്ടും പ്രഗ്നന്റാന്നറിയാം. പിന്നെ നവ്യയുടെ വയറ്റത്തൊക്കെ തഴുകിയിട്ട് ആങ്കൊച്ചാണോ പെങ്കൊച്ചാണോ എന്ന് അറിയത്തില്ല, എന്താണല്ലോ എനിക്ക് കുഴപ്പമില്ല, ഞാൻ പൊന്നു പോലെ നോക്കൂന്ന് പറയാം. നവ്യയോട് പറഞ്ഞു, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ മോളെ നീ ഇങ്ങനെ നിന്നേ, നിനക്കൊന്നും ഒരു വാക്കൊന്നും വിളിച്ചു പറയാൻ മേലായിരുന്നോ? അല്ലമ്മ എനിക്കറിയാം എല്ലാരും കൂടെ കൂടിയിട്ടെല്ലാം മറച്ചു വെച്ചില്ലേന്ന് ചോദിക്കണം. ഇത്രയും വലിയ പ്രശ്നമാണെന്ന് ഞാൻ അങ്ങനെ കരുതിയില്ലമ്മേ, അതുകൊണ്ടാ ഞാനത് നയനയോട് പറഞ്ഞായിരുന്നു. അപ്പൊ നയനയോട് ഞാനോടും പറയണ്ട, കാരണം ഇത് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ ആരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വല്ലാത്ത പ്രശ്നമാവും, അതുകൊണ്ടാണ് ഞങ്ങളിത് മറച്ചു വെച്ചെന്ന് പറയാം. എന്നാലും ഞാൻ സ്വന്തം പെറ്റമ്മയല്ലേ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോടൊന്ന് പറയണ്ടേ, എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ പരിഹരിച്ചു തരില്ലായിരുന്നോ? അല്ലെങ്കിൽ നിനക്ക് അബിയോട് ഇതിനെക്കുറിച്ചൊക്കെ നേരത്തെ പറയാൻ മേലായിരുന്നു ചോദിക്കുക. പെട്ടെന്ന് അബി പറഞ്ഞു, അബിയോട് പറയാനാ, അമ്മയ്ക്ക് അബിയെക്കുറിച്ച് എന്തറിയാം, അമ്മയ്ക്ക് അബിയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയണ. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? ഈ ഞാനും അബി സ്നേഹിച്ചു കെട്ടിയതാ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ആത്മാർത്ഥമായിട്ട് അവനെ സ്നേഹിച്ചു, പക്ഷെ എന്നെ അവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചില്ല. അത് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നേ. അവൻ എന്നെ പല കള്ളത്തരങ്ങളും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. അവൻ പറഞ്ഞ് അനന്തപുരി തറവാടിലെ എല്ലാ ജ്വല്ലറിയുടെ എല്ലാത്തിന്റെ MD ഞാനാന്നൊക്കെ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചു വെച്ചു. അപ്പൊ ആദർശേട്ടൻ ഇതിനകത്ത് ഒന്നുമല്ല, ആദർശേട്ടൻ എന്റെ താഴെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നേ ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ ആളാണ്, അങ്ങനെയൊക്കെ ഒരു വിചാരം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദർശേട്ടനെ തഴഞ്ഞ് അബീനെ സ്വീകരിക്കാൻ തയ്യാറായതും. പക്ഷേങ്കിൽ അവൻ പറഞ്ഞെല്ലാം കള്ളത്തരമായിരുന്നു. അവൻ എന്നെ ശരിക്കും സ്നേഹിച്ചിട്ടില്ല. അത് മാത്രമല്ല, ആദർശന്റെ വിവാഹം മുടക്കുമായിരുന്നു അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനുവേണ്ടി അവൻ നടത്തിയ തന്ത്രമായിരുന്നു അമ്മയത്. അവസാനം എല്ലാം മനസ്സിലായത്. എന്ത് ചെയ്യാൻ പറ്റും, ആ സ്വഭാവം അബിയുടെ. അത് മാത്രമല്ല, ഇപ്പൊ തന്നെ അബി ചെയ്തിരിക്കുന്ന എന്താ, ഇതിനകത്ത് ഈ നിർമ്മലിന്റെ കാര്യത്തിൽ അവന് നല്ല പങ്കുണ്ടോന്ന് എനിക്കും നല്ല, എനിക്കും ആദർശനും നയനിക്കും എല്ലാം നല്ല സംശയം ഉണ്ടെന്ന് പറയാം. പെട്ടെന്ന് കേട്ടപ്പോ കനക പറഞ്ഞു, നിർമ്മല അവനെന്റെ കൈ കിട്ടും, എന്നോട് ഒരു വാക്ക് നേരത്തെ പറയുമായിരുന്നെങ്കിൽ അവനെന്റെ കൈ കിട്ടി അവനെ വലിച്ചു കീറിയാൻ ഞാൻ ഉറപ്പായിട്ട് ഞാൻ വെട്ടിക്കൊന്നാനും. എന്റെ മോളുടെ ജീവിതം താർക്കാണ്ട് നടക്കുന്നു, ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ നായന പറഞ്ഞു, എന്തിനാ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. മുത്തശ്ശൻ തന്നെ പറഞ്ഞല്ലോ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാന്ന്. നിർമ്മലിനെ കുറിച്ച് പോലീസുകാരോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവനെ അന്വേഷിച്ച് ഉറപ്പായിട്ടും കണ്ടുപിടിക്കും. അവന്റെ പുറകിൽ ആരൊക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം വെളിയിൽ കൊണ്ടുവരും. ഇനിയിപ്പോ അബി ഉണ്ടെങ്കിലും അമ്മ അതോർത്തൊന്നും പേടിക്കണ്ട കേട്ടോന്ന് പറയാം. പേടിയല്ല മോളെ, ഞാനുള്ള കാര്യം പറഞ്ഞ, എന്നാലും നിനക്ക് ഒരു വാക്ക് പറയായിരുന്നു പറയാണ്. അമ്മേ, ഞാൻ ആദർശനോട് പറഞ്ഞാൽ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം അപ്പൊ ആദർശേട്ടന് പിന്നെ ഞങ്ങളെ സഹായിച്ച്, പിന്നെ തോന്നി ആദർശേട്ടനും ആരോടും പറഞ്ഞില്ല, അതെന്തുകൊണ്ടാന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. പക്ഷെ മോളെ ഒരു കാര്യമുണ്ട്, ആദർശ് അറിഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒളിച്ചു വെച്ചു. പക്ഷെ നാളെ ഇതൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദർശിനെ ബാധിക്കുന്ന കാര്യമല്ലേ, ആദർശിനെ നിന്നെ എല്ലാവരെയും ബാധിക്കും. പാവം എല്ലാവരുടെ മുന്നിൽ നാണം കിടുവല്ലേ, നിന്റെ ജീവിതം തകർന്നു പോവല്ലേ. ആദർശ് എല്ലാവരുടെ മുന്നിൽ നാണം കിടുന്ന കാര്യം നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണോന്ന് ചോദിക്കുക. നയന പറഞ്ഞു, അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാ, പിന്നെ എന്താ മോളെ വെറുതെ എന്തിനാ നീ നിന്റെ ജീവിതം തകർക്കുന്നേ, അത് ഇവൾക്ക് വേണ്ടിയിട്ട് ഇനി നിന്റെ ജീവിതം നീ തകർക്കണോന്ന് ചോദിക്കണം. എന്റെ ജീവിതം തകരില്ലമ്മേ. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? അമ്മയ്ക്ക് എന്തറിയാം എന്റെ ജീവിതത്തെക്കുറിച്ച്, എന്റെ ജീവിതം ഒന്നും തകരാൻ പോകുന്നില്ല എന്ന് പറയണം. അപ്പൊ എന്തോ കനയ്ക്ക് എന്തോ ഒരു സംതിങ് റോങ് തോന്നി. എന്താ മോളെ നീ അങ്ങനെ എന്തോ പറഞ്ഞേ, എന്തോ മനസ്സിൽ വെച്ചിട്ടാണല്ലോ പറഞ്ഞേ. അതിന് ഞങ്ങൾ രണ്ടുപേരും ജീവിതം ഉണ്ടെങ്കിലല്ലേ ഞങ്ങളുടെ ജീവിതം തകർന്നുള്ളത് പറയാം. നവ്യ വരെ ഞെട്ടിപ്പോയി. ഇതെന്താ നയനെ പറയുന്നത് മനസ്സിലാകുന്നില്ല. എന്താ മോളെ ഞാൻ ചാടി എഴുന്നേറ്റ് കനക നേരെ നവ്യയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, അല്ല നിങ്ങൾ ഇതിനായിട്ടും ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചിട്ടില്ലേ, നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് ചോദിക്കണം. പെട്ടെന്ന് അയനയുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞു വന്നു. അയന പറഞ്ഞു, അമ്മ പറഞ്ഞു ശരിയാ, ഇന്ന് വരെ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല, ഞങ്ങൾ ഇവരും ഒരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണം മാത്രമായിരുന്നു. അതാ ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്നേ. ഒരു ജീവിതം എന്ന് പറയാൻ പറ്റില്ല. ഒരു ബസ്സിലെ രണ്ട് യാത്രക്കാര് കുറെ ദൂരം സഞ്ചരിക്കും, എവിടെയാലും ചെന്ന് കഴിയുമ്പം അവനവൻ എത്തേണ്ട സ്റ്റോപ്പ് എത്തിക്കഴിയുമ്പം അവനവൻ അങ്ങ് ഇറങ്ങും. അത്രയേ ഉള്ളൂ ഞങ്ങൾ രണ്ടും തമ്മിൽ. അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറയാണ്. എന്താ മോളെ നീ ഇങ്ങനെ പറയുന്നേ, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറയാം. ഇപ്പോഴത്തെ എന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന് വേണ്ടിയിട്ടുള്ള, മുത്തശ്ശന് ഒരു പക്ഷെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞാൻ ഇവിടുന്ന് പടി ഇറങ്ങി പോകേണ്ടി വരും. അതെനിക്ക് നന്നായിട്ട് അറിയാമേ. അതൊക്കെ മനസ്സിൽ വെച്ചാ ഞാൻ ജീവിച്ചോണ്ടിരിക്കുന്നേ. അതുകൊണ്ട് എനിക്ക് എന്റെ ജീവിതം തകരുന്ന ഒരു ഭയമില്ലെന്ന് പറയാണ്. കനകയുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകി. കനയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു.
പെട്ടെന്ന് കനക കേട്ടിട്ട് പറഞ്ഞു, ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. എൻ്റെ 2 മക്കളുടെ ജീവിതം അവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത്. ഈ കനക ജീവനുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനെ ഞാൻ സമ്മതിക്കില്ല. ഈ കനക ആരാന്ന് ഞാൻ എല്ലാവരും കാണിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അതിന് പറഞ്ഞു, വേണ്ടമ്മേ, അതിന്റെ ആവശ്യമൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല. അമ്മയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാനും പോകണ്ടെന്ന് പറയണേ. പ്രശ്നം ഉണ്ടാക്കാനാ? ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അല്ലാതെ തന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാം. എനിക്ക് നവീക്ക് മനസ്സിലായി. അമ്മ എന്തോ ഒരു കാര്യം മനസ്സ് തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അമ്മ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ പിന്നെ അതിന്റെ പുറകെ തന്നെയായിരിക്കും. പിന്നീട് കനക നേരെ ചെല്ലുന്ന മുറിയിലേക്ക് ചെല്ലുക. ആദർശൻ മുറിയിലേക്ക് ഇനിയിപ്പോൾ ആദർശ് ലാപ്ടോപ്പിൽ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ കനകൻ ചെന്ന് കണ്ടപ്പത്തിനും പറഞ്ഞു, അല്ല അമ്മ എപ്പോഴാ വന്നതിന്? കുറച്ച് സമയമായി മോനെ. വാമ്മയെന്നും പറഞ്ഞിട്ട് ഗേറ്റ് വിളിച്ച് അടുത്ത് നിർത്തി. പിന്നീട് സംസാരിക്കും, ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ പറഞ്ഞു. എന്നാലും നബിക്ക് ഇങ്ങനൊരു ഗതി ഉണ്ടായല്ലോ, പാവം. അവൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടായിരിക്കും. അതും ഈ വയറ്റിലൊരു കുഞ്ഞുള്ള സമയത്ത്. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. അതാരാണെങ്കിലും അവരെ ഉടനെ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പറയാം. അതുകൊണ്ടായില്ല മോനെ എന്റെ മോൾക്ക് ഏറ്റ കളങ്കം. അത് മാറാൻ പോകുന്നല്ലോ. എന്നാലും കൃത്യസമയത്ത് തന്നെ മോനെ ഉള്ളതുകൊണ്ടാ നയനയാണെങ്കിലും നവ്യാണ് രക്ഷപ്പെട്ടെ. ഒരു പക്ഷെങ്കിൽ മോനും കൂടി ഇല്ലായിരുന്നെങ്കിൽ കുറ്റം മുഴുവനും നവ്യയുടെ നയനയുടെയും തലയിലായിരുന്നു. ഒന്ന് ഓർത്തു നോക്കിയേ, അങ്ങനെയല്ലേ സംഭവിക്കുള്ളൂ. എനിക്കറിയാം മോനെ എൻ്റെ മോൾക്ക് കിട്ടിയതൊരു പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നതെന്ന് പറയാം. പെട്ടെന്ന് ആദർശൊന്നും മിണ്ടിയില്ല. അബിയുടെ കാര്യം തന്നെ ഒന്ന് ഓർത്തു നോക്കിയേ. അബിയാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ഭയങ്കരമായിട്ട് അഭിനയിക്കുക, നവ്യേനെ ഇഷ്ടമാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അകത്ത് അങ്ങനെയാണോ? മുറിയിൽ അങ്ങനെയല്ലോ. അവര് തമ്മിൽ ഒരു സ്വരച്ചേർച്ചയില്ല. കീരിയും പാവം പോലെയല്ലേ കഴിയണത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നിങ്ങളെക്കുറിച്ച് നല്ല അഭിമാനം തോന്നുന്നുണ്ട്. മോനും എൻ്റെ മോളും കൂടെ എത്ര നന്നായിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങളെ കണ്ടാൽ ശരിക്കും അവർ പഠിക്കേണ്ടെന്ന് പറയണം. ആദർശന് മോഹം താണു. ആദർശന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പിന്നീട് പറഞ്ഞു, ഇങ്ങനെ തന്നെ മുന്നോട്ട് ജീവിക്കണം. എനിക്കിത് കാണാൻ ആഗ്രഹം. എനിക്ക് മാത്രമല്ല, ഈ വീട്ടിലുള്ളവർക്കും ഇത് കാണാനായിട്ട് ആഗ്രഹം. ഇത് കേട്ടപ്പം ആദർശ്, അമ്മ എനിക്ക് ഇച്ചിരി ജോലിയുണ്ട്, ഞാൻ ഇച്ചിരി ജോലി തിരക്കിട്ട് ജോലിയാ. അല്ല മോനെ, ഞാൻ മോനെ ഡിസ്റ്റർബൻസ് ആയി നിൽക്കണേ. അങ്ങനെയൊന്നും ഇല്ല അമ്മേന്ന് പറയണം. മോനോടൊരു നന്ദി വാക്ക് പറയാൻ വേണ്ടി ഞാൻ വന്നതാന്ന് പറയണം. എന്നാൽ ശരി, ഞാൻ ഇങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയായി. തീ നിന്ന അവസ്ഥ. ഇത്രയും സമയം അമ്മ ഒന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ ഇനിയിപ്പം നയനെ എന്തേലും പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ? താനും അവളും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് കല്യാണമാണ്, ജീവിതം എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ജീവിതമാണെന്നൊക്കെ. അങ്ങനെ വരാൻ വഴിയില്ല. പക്ഷെ എന്തോ കനക പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദർശിന്റെ ഉള്ളിൽ ഇങ്ങനെ കത്തി കയറുവാണ്. ടെൻഷൻ കാരണം ഇരിക്കാനും നിൽക്കാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.